കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ പൂരിക്കുള്ളത് ഞാനും കാശിക്കുട്ടനേ അല്ലേ ഉള്ളൂ. ചേട്ടായി ഓട്ടോ ഒക്കെ പോയിട്ടോ. അപ്പം ഞാനിത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഒരു എന്നാ പറയുന്നത് ഇച്ചിരി മുരിഞ്ഞതായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി റവ കൂടി ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. ഒത്തിരിയൊന്നും ഇല്ലൊരു ശകല റവ കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. അപ്പം ദേ നമ്മുടെ അരി ശകലം റവ ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉപ്പ് ഇട്ടു കേട്ടോ. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ പൂരിക്കുള്ള മാവ് ഞാനിവിടെ കുഴച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മസാല റെഡിയാക്കണം. പൂരിക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം കാശിക്കുട്ടൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ ഓർത്തെന്നാൽ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഉരുളൻകിഴങ്ങ് ദേ ഞാൻ നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് എല്ലാം വെന്തുടച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സവോള, പച്ചമുളക്, ഇഞ്ചി ഇത്ര ഞാൻ എടുത്തിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം ചൂടായി, എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുള്ളവർക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇച്ചിരി സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിക്ക് വെള്ളം ഞാൻ വെച്ചതാണ്. കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നത് തിളക്ക് ചുറ്റിയെടുത്ത് വെച്ചു. അപ്പം അതോട്ട് പോകണ്ട.
അമ്മ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വിളിക്കാവേ. സവോള ഇട്ട് കൊടുക്കുന്നു. അവിടെ പോയി കാർട്ടൂൺ കണ്ടോ. ആ ആ ആ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഇട്ട് കൊടുത്ത് ഞാനപ്പോൾ ഇത് വെളുത്തുള്ളി ചേർക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ 2 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു കൊടുക്കുവാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശകലം. മഞ്ഞപ്പൊടിയൊക്കെ അത്ര കളറ് വേണ്ടാത്തവർക്കാണ് കുറച്ച് ചേർത്താൽ മതി. ഞാനും കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നത്, എനിക്ക് ഒത്തിരി കളറ് വേണ്ട കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ വലിച്ചനും വെല്ലുമ്മയും അപ്പച്ചിയൊക്കെ കൂടിയിട്ട് അച്ഛൻ കല്യാണം കേട്ടോ. ഞങ്ങൾ ഉപ്പാപ്പൻ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഒരു ചെങ്ങന്നൂരൊരു മുരുകൻ്റെ അമ്പലമുണ്ട് കേട്ടോ, ചെറിയനാടെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പോവായിരുന്നു കേട്ടോ, ഞങ്ങളെ കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാണ് കേട്ടോ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഹോട്ടലിൻ്റെ ആര്യാസ് എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറുമ്പം മേടിക്കുന്നതായിരുന്നു പൂരി. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു പൂരി. അപ്പോൾ അവിടുത്തെ പൂരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. മാഷിക്കുട്ടാ മാറി വേണ്ട വേണ്ട കയറണ്ട, വേണ്ട വേണ്ട കയറണ്ട. സൈക്കിൾ ഓടിച്ചിട്ട് മീൻ മേടിച്ചു. ആ ശരി. ഇപ്പം നമ്മുടെ ഇതേ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. പോട്ടെ, മേടിച്ചോണ്ട് വാ. ആ പോട്ടെ. ടിന്ന് അപ്പം എന്ത് നമ്മുടെ ഇവിടെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുവാണേ. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കാശിക്കുട്ടനോട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇടയ്ക്ക് അവരുടെ സംസാരം കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
വെള്ളം തരാം. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. TV കാണുന്നില്ല, TV നിർത്തിയേക്കാട്ടോ കേട്ടോ ആശി കേട്ടാ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചൊരു കുരുത്തക്കേടാണ്. അപ്പം തറ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അവൻ തന്നെത്താനെ തറ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടുന്ന് മണ്ണ് വാരിക്കൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പൂരി ഉണ്ടാക്കണം കേട്ടോ. പൂരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്ത് ഇത്ര എടുക്കണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, അവ ഇത് ഉണ്ടാക്കിയത് ഇരിക്കുവാണെങ്കിൽ കാശിക്കുട്ടൻ ഇടയ്ക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. പക്ഷെ നമ്മൾ കൊടുക്കണം മെനക്കെട്ട്, അത് വേറെ കാര്യം. ഇത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തി എടുക്കണം. കറക്റ്റ് ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ചപ്പാത്തി പരത്താനൊന്നും എനിക്ക് റൗണ്ട് കിട്ടത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊക്കെ ഏകദേശമൊക്കെ റൗണ്ടൊക്കെ ആയി വരുന്നുണ്ട്. ഇവിടെ ചേട്ടായിയും അമ്മയും ചേട്ടായുടെ പെങ്ങളൊക്കെ ചപ്പാത്തി നല്ല സൂപ്പറായിട്ട് പരത്തിട്ടോ.
അപ്പം എന്തെങ്കിലും നമ്മുടെ പൂരിക്ക് എല്ലാം ഞാൻ പരത്തി കഴിഞ്ഞിട്ടാ. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ പൂരി ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ദൈവം ഞാൻ ഉണ്ടാക്കുന്ന മാത്രം ഇങ്ങനെ പൊങ്ങി വരത്തില്ലല്ലോ എന്നൊക്കെ. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ട് ഇച്ചിരി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം, റവ. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പം തൊട്ടിട്ട് അത് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കേ, ആരാ പിന്നെ വീണേ? ആണോ? കാശിക്കുട്ടനെ എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ ഒരുപാട് പേര് വിളിക്കാറുണ്ട് കേട്ടോ. കാച്ചിക്കുട്ട വിളിക്കാറുണ്ട്, അമ്മയുടെ കുമ്പനാണോന്ന് ചോദിക്കാറുണ്ട്. എന്തോ വരുവാ വരുവാ അമ്മ വരുവാ. വണ്ടിക്ക് പാട്ട് കേൾക്കുന്നുണ്ടോ മോനെ? ഇപ്പൊ
കേട്ടോ. നമുക്ക് അച്ഛനോട് പറഞ്ഞ് ഇത് മേടിക്കണ്ടേ? ആ കത്തി കത്തിക്ക് പോരെ പോരെ. വാ 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 വാ. നമുക്ക് ഇച്ചിരി ചട്നി ഉണ്ടാക്കണം കേട്ടോ. അപ്പം അതിനുള്ള തേങ്ങ ഞാൻ തിരുമ്പുവാണ്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ശകലവേ. അപ്പം എന്തേ നമ്മുടെ ചട്നി അരയ്ക്കുകയാണേ. പച്ചമുളക് വെച്ചാണ് കേട്ടോ ഇന്ന് ചട്നി അരയ്ക്കുന്നത്. കാന്താരി മുളകില്ലേ. കാശിക്കൂടെ ഇങ്ങനെ വിമ്പി വിമ്പി നിൽക്കും കേട്ടോ പൂരി കഴിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ച് അരച്ചിട്ടുള്ളൂ കേട്ടോ. അത് മുളകിന്റെ ആക്കളെ നീറും. അപ്പം എന്തേ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തേ കാശിക്കുട്ടിന് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പം ആ പ്ലേറ്റിൽ തികയാത്തോണ്ട് രണ്ടെണ്ണം ഞാൻ ഈ പ്ലേറ്റിൽ മാറ്റി വെച്ചായിരുന്നേ. അപ്പം എന്തേ നമ്മുടെ പൂരി, ഉരുളൻകിഴങ്ങ്, സല, നമ്മുടെ ചട്നി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റ് പൂരിയാണ് കേട്ടോ. പൊന്നാച്ചെത്തുന്നോ? എല്ലാവരോടും ടാറ്റ പറഞ്ഞു.
അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.